നവകേരള സദസ്സിലെ പരാതികളിൽ പലതും പരിഹരിക്കപ്പെടാതെ കിടക്കുമ്പോൾ കണ്ണൂരിൽ ഒരു ഭിന്നശേഷിക്കാരന്റെ ജീവിതത്തിൽ നവകേരള സദസ്സ് വെളിച്ചമേകിയ വാർത്തയാണ് ഉള്ളത്. അഴീക്കോട് സ്വദേശി ജംഷാദിന്റെ പരാതിക്ക് നവകേരള സദസ്സിലൂടെ പരിഹാരമായി. ശാരീരിക പരിമിതികളുള്ള ജംഷാദിന്റെ പെട്ടിക്കടയ്ക്ക് വൈദ്യുതി ലഭിച്ചിരുന്നില്ല. കെട്ടിട നമ്പറില്ലാത്ത കടയ്ക്ക് വൈദ്യുതി നൽകാൻ വ്യവസ്ഥയില്ല. നവകേരള സദസ്സിൽ പരാതി നൽകിയതോടെയാണ് കാലങ്ങളായുള്ള പ്രശ്നത്തിന് പരിഹാരമായത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, പരിഹരിക്കാത്ത വിഷയങ്ങൾ നിരവധിയാണ്, പക്ഷേ പരിഹരിക്കപ്പെട്ട കഥകളുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭിന്നശേഷിക്കാരന് ആശ്വാസമായ വാർത്തയാണല്ലോ അർജുന് നൽകാനുള്ളത്. എന്താണ് ആ വാർത്ത? സ്മൃതി, സംസ്ഥാനത്ത് പലയിടത്തും നവകേരള സദസ്സിൽ നൽകിയ പരാതികൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതിൻ്റെ വാർത്തകൾക്കിടയിലാണ് അഴീക്കോട് പള്ളിക്കുന്നംപുറത്തുള്ള ജംഷാദിൻ്റെ ഈ പെട്ടിക്കടയിൽ വെളിച്ചമായ ഒരു വാർത്ത വലിയ രീതിയിൽ സന്തോഷം പകരുന്നത്. ആ ലൈറ്റ് ഒന്നിട്ട് നമുക്ക് ആദ്യം ആ ലൈറ്റിട്ട കാഴ്ച നമുക്ക് കാണാം. ആ ലൈറ്റ് ഇവിടെ വന്നതോടുകൂടി ഇവിടെ ഫ്രിഡ്ജായി, ഇവിടെ വെളിച്ചമായി. ജംഷാദിന് വലിയ സന്തോഷമായി. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കാണാം പുറത്ത് വൈദ്യുതി ഉൾപ്പെടെ തെളിയുന്നത് കാണാം. ജംഷാദ്, ഇത് നവകേരള സദസ്സിൽ പരാതി കൊടുത്തപ്പോഴാണോ ഇത് പരിഹരിച്ചത്? നവകേരള സദസ്സിൽ ആർക്കാ പരാതി? എന്താ തീരുമാനമായത്? കിട്ടുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ അത് കിട്ടിയോണ്ട് വല്ലാതെ തന്നല്ല. ഇപ്പൊ കൂടുതൽ വ്യത്യാസമാണ്. ശാരീരികമായ ഒരു പരിമിതിയുണ്ട്. പറഞ്ഞത് ഇങ്ങനെയാണ്, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമ്പോൾ അത് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല, പക്ഷെ കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി എന്നുള്ളതാണ് ജംഷാദ് പറയുന്നത്. ഇനി മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. ജംഷാദ് ഇപ്പോൾ വിവാഹാലോചന ഉൾപ്പെടെ നടത്തി ആ രീതിയിലൊരു സന്തോഷം കൂടി വരാൻ പോവാണല്ലേ? കല്യാണം നോക്കുന്നുണ്ട്. അപ്പൊ വീടില്ല, ആഴ്ച കല്യാണം കഴിക്കാന്ന് ഞാൻ എന്നാലും ആ പൂരിയ കൊച്ചു ഉത്സാഹാക്കൽ മുഖ്യമന്ത്രി നന്ദി. മുഖ്യമന്ത്രിക്ക് നന്ദി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കടയിൽ ഇപ്പോൾ പതിവിൽ കൂടുതൽ, അതായത് 10-15 വർഷമായി ഇവിടെ കട തുടങ്ങുന്നു. കടയിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെളിച്ചമോ ഒരു മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പരാതി പരിഹരിച്ചതോടുകൂടി തന്നെ ഇവിടെ ഇപ്പോൾ ഫ്രിഡ്ജ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ ഇങ്ങനെ കഴിയും, ഫ്രിഡ്ജ് സ്ഥാപിച്ചു. അവിടെ ഇപ്പോൾ ഈ വഴി കടന്നു പോകുന്ന യാത്രക്കാരുൾപ്പെടെ ചെറിയ രീതിയിലുള്ള ഒരു വെള്ളവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാൻ തുടങ്ങി. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് ഒന്ന് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ഇവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ കൂടിയുണ്ട്. ഇതിപ്പോൾ നവകേരള സദസ്സ് പരാതി നൽകിയതോടുകൂടിയാണ് പരിഹാരമായതല്ലേ? അതെ, നവകേരള സദസ്സിൽ പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് വൈദ്യുതി കിട്ടിയത്. മുമ്പ് ചെറിയ പെട്ടിപ്പീടിയായിട്ട് തുടങ്ങിയതാണ്. അവൻ്റെ ശാരീരിക ബുദ്ധിമുട്ടെല്ലാം വെച്ച് ഒരു പൊരുതി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു ആവശ്യം കൂടി പറഞ്ഞപ്പോൾ ഈ നവകേരള സദസ്സ് അതിനൊരു നിമിത്തമായി എന്നുള്ളതാണ്. അതായത് ഈ പെട്ടിക്കിടയ്ക്ക് സാധാരണ പഞ്ചായത്തിന് കെട്ടിട നമ്പർ നൽകാൻ വേണ്ടി കഴിയില്ല. എന്നാൽ കെട്ടിട നമ്പർ ഇല്ലാത്ത ഒരു സ്ഥാപനത്തിന് വൈദ്യുതി നൽകാൻ KSEBിക്കും തടസ്സമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതിനകത്ത് വൈദ്യുതി ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ നവകേരള സദസ്സിൽ പരാതി നൽകുകയും ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ കാര്യങ്ങളിൽ കെട്ടിട നമ്പർ ഇല്ലാതെ വൈദ്യുതി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മന്ത്രിമാരുമൊക്കെ അല്ലെങ്കിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളിൽ തീരുമാനമെടുക്കുകയും അങ്ങനെ KSEB വൈദ്യുതി നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പരിഹരിക്കപ്പെടാത്ത ഒരുപാട് പരാതികളുണ്ടെങ്കിലും പരിഹരിച്ചിട്ടുള്ള ചില പരാതികൾ കൂടിയുണ്ട് എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ജംഷാദ് ക എന്തായാലും വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. പരാതി പരിഹരിച്ച് നൽകിയിട്ടുള്ള മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി എന്നുള്ളതാണ് അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുള്ളത്. പരിഹരിക്കപ്പെടാത്ത പരാതികൾക്കിടയിലും ഇത്തരം ചില സംഭവങ്ങൾ കൂടിയുണ്ട്. തീർച്ചയായും ജംഷാദിന്റെ കടയ്ക്ക് വെളിച്ചമായി, ജീവിതത്തിനും വെളിച്ചമായി.